മുറിവേറ്റ ലോകത്തിൽ യുവജനങ്ങൾ സമാധാന പ്രവർത്തകരാകുക. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികളാൽ മുറിവേറ്റ ഇന്നത്തെ ലോകത്തിൽ ക്രൈസ്തവമായ പ്രത്യാശയും ക്രിസ്തുവിന്റെ പ്രകാശവും പരത്താൻ യുവജനങ്ങൾ തയ്യാറാകണം. ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നതിനായി യുവജനങ്ങൾ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും തങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റണം. പ്രാർത്ഥനയിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ദൈവവുമായുള്ള ബന്ധം ആഴത്തിൽ വളർത്തുകയും വേണം. മുറിവുകളേറ്റ ഈ ലോകത്ത് സമാധാനത്തിന്റെ പ്രവർത്തകരാകാൻ ക്രൈസ്തവ യുവത വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രകാശം ലോകത്ത് പങ്കുവയ്ക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് മുഴുവൻ സഭയ്ക്കും നൽകപ്പെട്ടിരിക്കുന്നത്. വരും വർഷങ്ങളിൽ ഇത്തരത്തിൽ സഭയെയും ലോകത്തെയും രൂപീകരിക്കുന്നതിന് യുവജനങ്ങൾക്ക് പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട്. യേശുവിൽ തങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ടു വരണം. ദൈവത്തിന്റെ നന്മയിൽ ആരും സംശയിക്കരുത്. പ്രത്യാശ നിറഞ്ഞ ഒരു പദ്ധതിയാണ് ദൈവം ഏവർക്കുമായി തയ്യാറാക്കുന്നത്. ദൈവസ്നേഹത്തിൽ വേരുകൾ നട്ട ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രതിസന്ധികളുടെ മുന്നിലും ക്രിസ്തുവിന്റെ സമാധാനം വാഴുന്ന ഒരു വ്യവസ്ഥിതിക്കായി പരിശ്രമിക്കാൻ യുവജനങ്ങൾ തയ്യാറാകണം. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥവും പ്രാർത്ഥനകളും യുവജനങ്ങൾക്ക് ഉണ്ടാകട്ടെ. ജൂലൈ 8 മുതൽ 11 വരെ ഇറാഖിലെ അങ്കാവയിൽ എർബിൽ അതിരൂപത നടത്തിയ യുവജന സമ്മേളനത്തിലേക്ക് അയച്ച വീഡിയോ സന്ദേശത്തിൽ നിന്ന്